ആ കാണുന്ന മലക്ക് മുകളിലെ കടുവകൾ ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ തോന്നിയെങ്കിലും ആ കാണുന്ന കോട്ടയുടെ മേലേക്ക് നമുക്ക് കയറാൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. മദഗശിറ എന്ന് പറയുന്ന ഹിന്ദുപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഹിന്ദുപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ടും ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 140 കിലോമീറ്റർ മാറിയിട്ടുമാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മദഗശിറ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് കർണാടകയുടെ ബോർഡിലേക്കായിട്ട് ഏകദേശം 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ആയിട്ട് ഡിഫറൻ്റ് ഉള്ളൂ എന്നും ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ കുളങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മാലിക്കിനെ അതിലേക്ക് പതുക്കെ ഇറക്കിയിട്ടൊന്ന് കുളിപ്പിച്ചെടുത്തിട്ട് ആ താളത്തിലും മോളത്തിലുമുള്ള ഒരു യാത്രയായിരുന്നു മുന്നോട്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇതുപോലത്തെ കച്ചറകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി ഏരിയയിലൊക്കെ നല്ല റോഡുകൾ തന്നെയാണ് കാണാൻ സാധിച്ചത്. മദഗശിറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു കൊച്ചു ടൗണാണ്. ഗ്രാമീണ ഭംഗിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു കിടപ്പുവശം. ആ കാണുന്ന പാറ തന്നെയാണ് ഈ ഒരു ടൗണിൻ്റെ ഹൈലൈറ്റ്. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ വാഴുന്ന ഒരു പ്രദേശമാണ് മദഗശിറ. ഒരുപാട് ബസ്സുകളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീ സത്യസായി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ആ പാറകളുടെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുങ്ങിയ കുടുസായ വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. പണ്ട് രാജാക്കന്മാരുടെ ഭൂമിയായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ചെറിയ വീടുകളൊക്കെ തന്നെ വന്നിട്ട് ഇനി അങ്ങോട്ട് നമുക്ക് വാഹനം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് നമ്മൾ ആ ഒരു ഗേറ്റിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വന്നത്. മാലിക്കിന് അങ്ങനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു തണലത്ത് നിർത്താം എന്നുള്ള രീതിയിൽ റിവേഴ്സ് എടുക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കിട്ടിയ ഒരു ഗ്യാപ്പിലേക്ക് നിർത്തി. വീടുകളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുടുസായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു വാഹനം നിർത്തിയത്. അങ്ങനെ നമ്മൾ കോട്ടമതിലിൻ്റെ കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ മുന്നേ നമ്മൾ കണ്ടിരുന്ന കോട്ടകളിലെ മതിലുകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ വെടി ഉതിർത്താനുള്ള ഏരിയകളും ഹോളുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഡോറ് വെച്ചിരുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ടമതിലിൻ്റെ ഉൾവശത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലത്തെ കാഴ്ചയാണ്. ഒരുപാട് വീടുകളൊക്കെ തന്നെ വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ആ പാറയുടെ മേലേക്ക് കയറാനുള്ള വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്നത് പോലത്തെ ചേരി ഏരിയകളിലൂടെയാണ് യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. മാലിക്കിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം കുടുസായിരിക്കും ഈ ഒരു കോട്ടയിലേക്കുള്ള വഴി എന്ന് നമ്മൾ മനസ്സിലാക്കിയതേ ഇല്ല. കോട്ടയുടെ മെയിൻ കവാടം കഴിഞ്ഞാൽ ഒരുപാട് വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണോ എന്ന് എന്നിങ്ങനെ ചിന്തിപ്പിച്ചു. ചെറിയ ചെറിയ വീടുകൾ അടുത്തടുത്തായിട്ട് ഒരു മതിൽ എന്നുള്ള രീതിയിൽ പലവിധ വീടുകളാണ് കാണാൻ സാധിച്ചത്. ഇതുപോലത്തെ കോട്ടയിലേക്കൊക്കെ നമ്മൾ കയറുകയാണ് എങ്കിൽ ബാഗിൽ ഒരാൾക്കൊരു 2 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കരുതുന്നത് നല്ലതായിരിക്കും. മുന്നേ ഉള്ള കോട്ടയിലേക്കൊക്കെ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളും അത് കരുതി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസൊക്കെ തന്നെ ഇവിടെ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വന്നതായിരിക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു എന്നുള്ളതാണ്. ഒളിഞ്ഞു ചാടിയിട്ടുള്ള പല സ്റ്റെപ്പുകളുമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിലൂടെ കയറിയിട്ട് വേണം ആ ഒരു കോട്ടയുടെ മേലേക്ക് എത്താനായിട്ട്. ഇതെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്. കാരണം ഇതിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഇതുപോലത്തെ ഒരുപാട് കോട്ടകൾ നമ്മൾ മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒക്കെ അനുഭവം ഇതുതന്നെയാണ്. ചില ഏരിയയിൽ മാത്രം ചില കോട്ടകൾ ഇങ്ങനെ ഇവർ നിയന്ത്രിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പരിരക്ഷയിലുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ഒരു പാറയിൽ നിന്ന് മറ്റൊരു പാറയിലേക്കുള്ള സ്റ്റെപ്പ് ജോയിൻ്റ് അടിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കോട്ടമതിലിൻ്റെ പല ഭാഗങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വെടി ഉയർത്താൻ വേണ്ടിയിട്ട് കോട്ടയുടെ ഗേറ്റായിട്ടുള്ള ഏരിയയിൽ പല ഏരിയയിലും ഹോൾസുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗേറ്റിൻ്റെ കുറച്ച് മേലെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ നിന്നും ഇതുപോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസൊക്കെ തന്നെ അവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു 1/4 ഭാഗമേ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. ഇനിയും 3/4 ഭാഗത്തോളം നമ്മൾ കയറാനായിട്ടുണ്ട്. കോട്ടയിൽ കടുവ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്
പല പത്രങ്ങളുടെ റിപ്പോർട്ടും കാണിച്ചു തന്നപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഏരിയയിലേക്കൊക്കെ തന്നെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. അപ്പോഴാണ് ഇതുപോലത്തെ വെള്ള നിറത്തിലുള്ള ഒരു മരമൊക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കുറച്ച് മുക്കാൽ ഭാഗത്തോളം എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ടൗണിൻ്റെ എല്ലാ ഘട്ടവും അല്ലെങ്കിൽ എല്ലാ ഏരിയയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലേക്ക് നോക്കുമ്പോൾ കോട്ടയുടെ വിവിധ ഭാഗങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രം കാണുന്നുണ്ട്, പള്ളി കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് നടന്നപ്പോൾ ഇതുപോലത്തെ രണ്ട് പാറകൾക്കിടയിലുള്ള മനോഹരമായിട്ടുള്ള സ്റ്റെപ്പ് കാണാൻ സാധിച്ചു. ഇവിടെ വന്നപ്പോൾ വളരെയധികം കൂളിംഗ് ആണ് നമുക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഏകദേശം നമ്മളൊരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ ഏരിയയിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇടുക്ക് പ്രദേശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മതിലുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ തകർന്നു പോയിട്ടൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ വേറൊരു കവാടം നമുക്ക് കിട്ടുകയാണ്. ഇതായിരിക്കാം ലാസ്റ്റ് കവാടം എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ തന്നെ കടന്നു ചെന്നപ്പോൾ ഇതുപോലത്തെ ഏരിയയാണ് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ കണ്ട ആ ഒരു കവാടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വാതിലുകളൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഉക്കുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്ന ഒരു കവാടത്തിൻ്റെ മേലെ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ഹോൾസുകളൊക്കെ തന്നെ വെടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കോട്ടയിലേക്ക് കയറുമ്പോൾ നമുക്ക് ആലോചനയിൽ വരുന്നത് എത്രത്തോളം പടനായകന്മാർ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകളെ അടിമകളാക്കി നിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇത് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് എല്ലാം സംഭവിച്ചതായിട്ട് നമുക്ക് ഫീലിങ്സിലേക്ക് വരുന്നത്. ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ടൗണിൻ്റെ എല്ലാ ഭാഗവും കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇത്രയും കൂടെ നമുക്ക് കയറാനായിട്ടുള്ളൂ. അന്തിമഘട്ടത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ഈ കാണുന്ന കുറച്ച് സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കവാടം കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു കവാടത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് വരുന്ന ഏരിയയാണ്. ഇവിടങ്ങളിൽ ഒരു ഇരിപ്പിടം പോലെയാണ് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെയും തോക്കുകളൊക്കെ വെക്കാനും വെടി ഉയർത്താനുമായിട്ടുള്ള പല ഹോൾസുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം നമ്മൾ ഈ കോട്ടയുടെ ഏറ്റവും മേൽഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ കോട്ടയുടെ ആ ഒരു നിർമ്മാണ രീതിയാണ് നമ്മളിങ്ങനെ നോക്കിക്കാണുന്നത്. അപ്പോൾ പാറയിൽ ഇതുപോലെ സിമൻറ്റോ അതുപോലത്തെ എന്തൊക്കെയോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു നിർമ്മിതി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എത്രത്തോളം വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്കിങ്ങനെ ആലോചനയിൽ വന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു കവാടത്തിലൂടെ നോക്കുമ്പോൾ ഓളത്തിലും താളത്തിലും കിടക്കുന്ന മനോഹരമായിട്ടുള്ള മലനിരകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് എന്ത് സംഭവിച്ചാലും അതൊക്കെ ഇവിടെ നിന്ന് വീക്ഷിക്കാം എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ ഏരിയയിലൊക്കെ തന്നെ പടനായകന്മാർ നിന്നതായിട്ടുള്ള പല സൂചനകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. വെടി ഉയർത്താനായിട്ടുള്ള പല ഹോൾസുകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കവാടത്തിലൂടെയാണ് കയറി വന്നത്. കുനിഞ്ഞിട്ട് വേണം കയറാനായിട്ട് എന്നുള്ളതാണ് ഈ ഒരു കവാടത്തിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന തലമുറയ്ക്ക് ഒരു പക്ഷേ ഇത് കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കാണാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു ഹോൾസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ സ്റ്റെപ്പുകളൊക്കെ തന്നെ തകർന്നു പോയ കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും കയറാനും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ കാണുന്ന മനോഹരമായൊരു കാഴ്ചയാണ്. ഒരു ക്ഷേത്രം വളരെയധികം മനോഹരമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴത്തായിട്ട് ഇതുപോലത്തെ ഒരു കുളം വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഏരിയയുടെ എല്ലാ ഭാഗവും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എല്ലാ ഏരിയയിലും കൃഷികൾ, വീടുകൾ, മലനിരകൾ. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ടൗണിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വന്ന സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഏകദേശം പകുതിക്കേ എത്തിയിട്ടുള്ളൂ. വീഡിയോ എടുക്കുന്ന ആ ഒരു ഘട്ടത്തിലും പിന്നീട് നമുക്കിത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും സ്പീഡായി മുന്നിലേക്ക് തന്നെ വന്നു. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു എന്നുള്ളത്. ടീമൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മുന്നിലേക്ക് പോവാതിരിക്കരുത്. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അവരെയും കൂട്ടിയിട്ട് തിരിച്ചിറങ്ങാം. ഒരു പക്ഷേ
അവരിരുന്നത് കൊണ്ട് തിരിച്ചു പോകുന്ന ആളുകളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് മുൻകഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ കോട്ടകളൊക്കെ കയറാൻ ഏറ്റവും ഉചിതമായ സമയം രാവിലെയാണ്. ഏറ്റവും മോർണിംഗിൽ കയറിയിട്ട് ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ട് തിരിച്ചിറങ്ങുന്ന രൂപത്തിലാണ് എങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഒരു 10 ഇരട്ടി വലുപ്പമുള്ള മലയായിരുന്നു ജഗദേവ് മല. അവിടെ നമ്മൾ കയറി കുടുങ്ങിയ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്ക് ശേഷം കോട്ടയുടെ മേലേക്ക് കയറുന്നത് നല്ലതല്ല. പിന്നീട് പെട്ടെന്ന് ഇരുട്ടായിട്ട് നമ്മൾ അവിടെ തന്നെ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം രാവിലെ 5 മണിക്കാണ് നമ്മൾ ആ ഒരു കോട്ടയിൽ നിന്നും ഇറങ്ങുന്നത്.